ഹൃദയപൂർവ്വം റിലീസ് ചെയ്യാനായി. എന്താണ് ഹൃദയപൂർവ്വത്തിന്റെ ഒരു നമ്മളൊരു നല്ല സിനിമ എടുക്കാൻ ശ്രമിക്കുന്നു. അതിൽ ആ സിനിമ കണ്ടിട്ട് അത് ഹൃദയപൂർവ്വം അക്സെപ്റ്റ് ചെയ്യണം. അല്ല അക്സെപ്റ്റ് ചെയ്താൽ അത് ഹൃദയപൂർവ്വം വരെ മറ്റു ആൾക്കാരോട് പറഞ്ഞിട്ട് എല്ലാവരും ഹൃദയപൂർവ്വം പോയി കാണുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ലാലേട്ടൻ ദേഷ്യം വരുന്നില്ല ഇത്രയൊക്കെ ഒരാൾ കാണിച്ചിട്ട് എങ്ങനെയാ ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു. കാണിക്കരുത്. എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്, നല്ലോണം വഴക്ക് കൂടിയ വിന്നറാവും, അല്ലെങ്കിൽ അതാണ് വേണ്ടത്. നന്നായിട്ട് തല്ലുണ്ടാക്കാൻ പറ്റുന്ന ആൾക്ക് പോകാൻ പറ്റിയ അങ്ങനെയല്ലല്ലോ. ഒരു ക്യാരക്ടർ സ്റ്റഡീസും ഇമോഷൻ സ്റ്റഡീസും വൈ പീപ്പിൾ ആർ ഒരു ദിവസം കൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ വഴക്കുണ്ടാക്കുന്നതല്ലേ. കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും വഴക്കുണ്ടാക്കുക. അപ്പം ഫസ്റ്റ് ഡേ തന്നെ വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയും പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മൾ പറഞ്ഞിട്ടാണ് വിടണത്. അധികം ആങ്കർ പാടില്ല, നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ആങ്കർ മാനേജ്മെൻറ്റ് ഇസ് എ മേജർ തിങ്. വേറൊരാൾ എവിടെയോ ഇരുന്നൊരാൾ, ചിലപ്പോൾ ഒരു ഫേസ് ഇല്ലാത്ത ഒരാൾ പറയുന്ന ഒരു കമൻറ്റിൽ നമ്മൾ എന്തിനാണ് സങ്കടപ്പെടേണ്ടത്? അതിലൊരു സത്യവും ഇല്ലെങ്കിൽ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇനി നടക്കില്ല. അതെന്താ അങ്ങനെ? എനിക്ക് എല്ലാം അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഒരു പരിവേഷമില്ലേ മോഹൻലാൽ എന്നുള്ള ഈ ഹോസ്റ്റ് ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് ബിഗ് ബോസ് നമുക്ക് വല്ലപ്പോഴൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ള ആരാണ്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. സിനിമയ്ക്കൊക്കെ അല്ല പ്രിപ്പറേഷൻ ഇല്ലേ. സിനിമ ഒരു 2.5 hours നമ്മൾ വലിയൊരു കഥ പറയുന്നു. ഇതൊരു ഒരാഴ്ചത്തെ ഒരു കഥ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ പറയുന്നു. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഓക്കെ, അത് പാളി. പിന്നെ നമുക്ക് കുറച്ച് ബിഗ് ബോസ് വിശേഷം പറഞ്ഞാലോ? ആയിക്കോട്ടെ. ലാലേട്ടൻ മലയാളത്തിന്റെ മഹാനടൻ, മലയാളിയുടെ സ്വന്തം ലാലേട്ടൻ. ഓക്കെ, തെറ്റായി മാറിയോ? അല്ല ലാലേട്ട, മലയാളത്തിന്റെ മഹാഷോ ബിഗ് ബോസ്. ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മള് മലയാളം കണ്ട ഏറ്റവും മഹാഷോ ആണ് അത്. ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യാൻ വരുമ്പോ എന്തായിരുന്നു ലാലേട്ട ആ ഒരു വാട്ട് വാസ് ആ ഒരു യെസ് ഐ എം ഗോയിങ് ടു ഡു ബിഗ് ബോസ് എന്നത്തെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ? ഫസ്റ്റ് ഇയർ എടുത്ത ഡിസിഷൻ. ഐ എം എ പെർഫോമർ. അപ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വന്നത്. ഇപ്പോൾ ഐ ഹവ് ഡൺ സം മാജിക് ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു എല്ലാവരും പെർഫോമൻസിലാണ്. ഐ ഹവ് ഡൺ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്, സാൻസ്ക്രിറ്റ് പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിലൊരു അതിന് ചലഞ്ചിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ ചലഞ്ച്, ഇറ്റ്സ് ആൻ എക്സ്പ്ലോറേഷൻ, ഇറ്റ്സ് ആൻ എക്സ്പെഡീഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എക്സ്പ്ലോർ ചെയ്യാണ് നമ്മളൊരു പുതിയ, അതെൻ്റെ റൈറ്റ് ആണ് പെർഫോം ചെയ്യാന്നുള്ളത്. അത് ഇറ്റ്സ് എ പെർഫോമൻസ്, ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. ലാലേട്ടൻ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ആക്ടറെ നമുക്ക് വളരെ എന്താ പറയുക വളരെ സുപരിചിതമാണ്. പക്ഷെ ലാലേട്ടൻ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ഹോസ്റ്റ്, പ്രസന്റർ. അപ്പോൾ അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് എടുക്കണ്ടേ? ലൈവ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. സിനിമയ്ക്കൊക്കെ അല്ല പ്രിപ്പറേഷൻ ഇല്ലേ. സിനിമ ഒരു 2.5 hours നമ്മൾ വലിയൊരു കഥ പറയുന്നു. ഇതൊരു ഒരാഴ്ചത്തെ ഒരു കഥ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അപ്പോൾ നമ്മളതിന് പ്രിപ്പയർ ചെയ്യും. അതിന് നമ്മുടെ ടീമുണ്ട്, നിങ്ങൾ ഉൾപ്പെടെയുള്ളൊരു ടീമുണ്ട് അല്ലേ? ലാലേട്ടൻ അതിന് എന്തെങ്കിലും റെഫറൻസസ് എടുത്തിരുന്നു ആരെങ്കിലും ചെയ്തത്? ഇല്ല, അങ്ങനെ പറ്റില്ലല്ലോ. അത് ഒരു ഇപ്പം ഇതേ സ്വഭാവമല്ലല്ലോ തമിഴിന്, അതല്ലെങ്കിൽ തെലുങ്കിന്. സിനിമ പോലെയാണ് എല്ലാത്തിനും. സംഗീതം പോലെയും സിനിമ പോലെയും ഒരു ആർട്ട് ഫോം പോലെയൊക്കെ എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അവരുടെ വീടും അല്ലെങ്കിൽ പക്ഷേ അവരുടെ സ്വഭാവ രീതികൾ മാറാം, കോസ്റ്റ്യൂം മാറാം, കൊടുക്കുന്ന പ്ലേ മാറാം, എനാക്ട് ചെയ്യുന്ന രീതി മാറാം. അപ്പം അത് നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. കാര്യം നോക്കി ചെയ്യാൻ ഞാനല്ല ആദ്യമായിട്ട് ചെയ്യുന്നത് മലയാളത്തിൽ. അപ്പോൾ തമിഴ് നോക്കി ചെയ്യാൻ പറ്റില്ല. സിനിമ പോലെ തന്നെയാണ്, വേറൊരു കാര്യം നോക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് റെഫറൻസ് എന്ന് പറയുന്നത് ടു ബി വെരി ഓണസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടാവും. കമലഹാസൻ്റെ ഷോ കണ്ടിട്ടുണ്ട്, അല്ലാതെ വേറെ അങ്ങനെ ഇപ്പോൾ ഈവൻ സൽമാൻ ഖാൻ്റെ പോലെ ഒരു ഫുൾ ഷോ ഞാൻ കണ്ടിട്ടില്ല. കാര്യം 2 കാര്യങ്ങളാണ്. അതിൽ നിന്നൊന്നും ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചോദ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയൊന്നും അല്ലല്ലോ. പിന്നെ അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് കാര്യം അവരെന്താ ചോദിക്കാമെന്ന് നമുക്കറിയില്ലല്ലോ. ഓരോ ദിവസവും ഓരോന്നാണ് അല്ലേ? ഓരോ ദിവസവും ഓരോന്ന്. അതെ, നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ അത്യാവശ്യം അറിയാം, പക്ഷെ അവർ തിരിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇതൊരു ഇൻ്റർവ്യൂ പോലെ തന്നെയാണ്. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂ. ബട്ട് നമുക്ക് കുറച്ചൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ് കാര്യം. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, നമ്മളാണ് കണ്ടിരിക്കുന്നത് എന്താ സംഭവിച്ചിരിക്കുന്നുള്ള. സോ നമുക്ക് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്രേക്ഷകരുടെ കുറച്ച് ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് അവർക്കറിയുന്നില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. ലാലേട്ടാ, ആരാണ് ഈ ബിഗ് ബോസ്? അതായത് നമ്മൾ സാധാരണ പ്രേക്ഷകന് ലാലേട്ടൻ്റെ മുഖവും ബിഗ് ബോസിൻ്റെ ശബ്ദമാണ്, കാക്കക്കോയിൽ അവസ്ഥയാണ്. ഓക്കെ, ആക്ച്വലി ആരാണ് ബോസ്? അതൊരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ.
നമുക്ക് വല്ലപ്പോഴൊക്കെ കാണണം ആഗ്രഹമുള്ള ആരാണ്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അവിടുത്തെ ബോസ് ആരാ? സിമ്പിൾ. ഞാൻ ഈ കാക്കക്കുഴി ആ ഹൗസിന്റെ മെയിൻ പേഴ്സൺ എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ്. നമ്മൾ അതിന്റെ ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ്. പക്ഷെ നമ്മൾ ഈ സീസൺ തുടങ്ങിയത് ബിഗ് ബോസിനും കൂടെ ഒരു സർപ്രൈസ് കൊടുത്തിട്ടാണ്. അത് 7ന്റെ പണിയും പണിപ്പുരയും ഒക്കെ. പക്ഷെ നമ്മളെക്കാളും കൂടുതൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ബിഗ് ബോസ് ആണല്ലോ. അപ്പം നമ്മൾ എന്നെ അതിലോട്ട് പോസ്റ്റ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ബിഗ് ബോസ് പറയുന്നത് ഞാൻ കേട്ടോളാം. കാര്യം വലിയ 7ന്റെ പണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ പ്രാക്ക് ഞാൻ കേൾക്കുന്നത്. അപ്പൊ അത് ബിഗ് ബോസ് കൊടുക്കുന്ന പണിയാ 100%. ഓക്കെ, ലാലേട്ടൻ ബിഗ് ബോസ് വളരെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തിരിക്കുകയാണ്, എന്നെ കൊണ്ട് കളിപ്പിക്കുകയാണ്. ലാലേട്ടൻ ഡെയിലി പോയി എല്ലാവരെയും കാണുന്നു, സംസാരിക്കുന്നു, ബിഗ് ബോസ് പണി കൊടുക്കുന്നു. പെർഫെക്റ്റ്. ലാലേട്ടൻ ഭയങ്കര ബിസിയാണ്, നമുക്കറിയാം, ട്രാവലാണ്. ഈ തിരക്കിൻ്റെ ഒക്കെ ഉള്ളിൽ ഡു യു മാനേജ് ടു ഗെറ്റ് സം ടൈം ടു വാച്ച്? എന്ന് ചോദിക്കാൻ കാരണമുണ്ട്. ഞാൻ കാണാറുണ്ട്. ഞാൻ ഇപ്പം ഈ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് പോലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ അടുത്ത് ദിലീപേട്ടൻ വന്നിരുന്നു വീട് ഒക്കെ കാണാൻ. ദിലീപേട്ടൻ നമ്മുടെ അടുത്ത് പറയായിരുന്നു സെറ്റിൽ വെച്ചിട്ട് ലാലേട്ടനാണ് 24/7 കാണാൻ നോക്കും. അത് കാണാൻ നോക്കും, മാക്സിമം സമയം കാണാൻ നോക്കും. പലപ്പോഴും ഇത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും കാണും. ഞാൻ കാണാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അവരുടെ ഓരോരുത്തരുടെ സ്വഭാവം കൂടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകണ്ടേ. അപ്പോൾ അത് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. പെട്ടെന്നൊന്നും അറിഞ്ഞുകൂടാതെ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് പറയും? നമുക്കറിയാം, നമുക്ക് ആരെങ്കിലും കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം. അത് ചെയ്ത് ശരിയായില്ലോ. ഇപ്പം എനിക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട് ഇതിൽ. ബോസ് പറഞ്ഞാൽ ഒരു ദിവസം എനിക്ക് ചോദിക്കാൻ എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കിഷ്ടമല്ലാത്ത കാര്യവും ഞാൻ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്, അല്ല അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും കൂടെ അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് ഞാൻ. ലാലേട്ട, ഒരു ക്ലീഷേ ക്വസ്റ്റ്യനാണ്, പക്ഷേ എല്ലാവർക്കും അറിയാൻ താല്പര്യം. ഷോ സ്ക്രിപ്റ്റഡ് ആണ്? ഞാൻ എപ്പോഴും ചോദിക്കുന്നതല്ല, എനിക്കെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കങ്ങനെ നേരത്തെ ഇതെങ്ങനെ അറിയുന്നത്? ഇതൊരു സിനിമ പോലെയോ അല്ലെങ്കിൽ നാടകം പോലെയോ നേരത്തെ എഴുതി തയ്യാറാക്കി ഷോർട്ട് ഡിവിഷനൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കാര്യം 18 പേര് 18 സ്വഭാവമല്ലേ, എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യും? അല്ലെങ്കിൽ ഈ വരുന്ന ഒരാൾ പോലും അത് സമ്മതിച്ചിട്ടില്ലല്ലോ. മലയാളത്തിൽ മാത്രമല്ല, ഇത് ലോകം മുഴുവനുള്ളൊരു ഷോ അല്ലേ, പല പേരിൽ അറിയുന്നു. അപ്പോൾ ഒരു ഷോ ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ലോകം മുഴുവൻ പോകണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സത്യമുണ്ട് അല്ലേ, അതിൻ്റെ അകത്തൊരു ട്രൂത്ത് ഉണ്ട്. ഹൗ ക്യാൻ യു സ്ക്രിപ്റ്റ്? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഷോ ആണെങ്കിൽ ഞാൻ അന്ന് തന്നെ എനിക്ക് വരില്ലെന്ന് പറയും. പിന്നെ ഇങ്ങനെ ഷോ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല, ലോകത്താർക്കും പറ്റില്ല. അതെങ്ങനെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മൊമെൻറ്റിൽ നിങ്ങൾ എന്താ പറയണമെന്ന് എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്? അവർ ഭയങ്കര ഒരു മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാരാണ്. എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് തന്നെ നമ്മൾ ആലോചിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ പോയി സോറി പറയും, അത് ഞാൻ ചെയ്ത തെറ്റായിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും. അവരെ പഠിക്കുക, നമ്മളല്ല, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് പോകും. അവർക്ക് എന്താണെന്ന് അറിയില്ല. അപ്പം അവർ ഡേറ്റുകൾ നോക്കുക, ഒരു സമയം, അതെല്ലാം മറന്നു പോകും. അവരൊരു കാൽക്കുലേഷൻ മിസ്സാവും. അപ്പോൾ അതൊരു ഭയങ്കര ക്ലെൻസിങ് പീരീഡ് ആയിരിക്കാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ. ബട്ട് ടു ബി വെരി ഫ്രാങ്ക്, ഒരുപാട് പേരുടെ പിന്നെ ഇമോഷൻസും അല്ലെങ്കിൽ അവരുടെ ഒരു പക്ഷേ ഇത് കാണുമ്പോഴായിരിക്കും ഇതെല്ലാം മാറുന്ന. അവരുടെ ആങ്കർ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, എങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ ബെറ്റർ പേഴ്സൺ ആകേണ്ടത്, പ്യൂരിഫിക്കേഷൻ ഓഫ് ദ സോൾ നടക്കാൻ സാധ്യതയല്ല, അത് നടക്കണം. ലാലേട്ടൻ ഈ ഷോയുടെ ഹോസ്റ്റ് മാത്രമല്ല, അവരെ സംബന്ധിച്ചോളം ഒരാഴ്ച ആകെ കാണുന്ന ഒരു ഫേസ് ലാലേട്ടൻ്റെ ആണ്. ബിക്കോസ് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാണ് ഒരാഴ്ച ലാലേട്ടൻ വന്ന് പറയാൻ. പരാതിയുണ്ട്, സന്തോഷമുണ്ട്, കംപ്ലയിൻസ് ഉണ്ട്. ലാലേട്ടൻ അവർ ടീച്ചറാണ്, മെൻറ്ററാണ്, ഫ്രണ്ടാണ്. പക്ഷേ ഈ പ്രാവശ്യം അധികം അങ്ങനെയില്ല. കഴിഞ്ഞ ഒരുപാട് സീസണിൽ ലാലേട്ടൻ വരട്ടെ ഞാൻ അത് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇപ്രാവശ്യം അധികം ഇല്ല. കാര്യം അവർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നുന്നു. തുടങ്ങിയല്ലേ ഉള്ളൂ. അവർ കൂടുതൽ 7ന്റെ പണിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ പോലും കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് പേര് കംപ്ലൈൻ്റ് ഒക്കെ പറയും, എന്നെ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇപ്രാവശ്യം അവര് കുറച്ചുകൂടെ ബോധവാന്മാരാണെന്ന് തോന്നുന്നു, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അല്ല, ഞാൻ പറയുന്നത് ഇത്രയും റോൾസ് ഉണ്ട് ലാലേട്ടന്. അപ്പോൾ യു ഹാവ് ടു ബാലൻസ് ഇറ്റ് അല്ലേ. ഇത് അവരുടെ ചില സമയത്ത് ഫ്രണ്ടായിട്ട് നിൽക്കണം, മെന്ററായിട്ട് നിൽക്കണം. ചില ആൾക്കാർ ഡൗൺ ആയാലും അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, അതൊക്കെ ചെയ്യണം. ലാലേട്ടൻ ദേഷ്യം വരാറുണ്ടോ? പിന്നെന്താ പറ്റില്ലേ, പക്ഷേ അത് കാണിക്കാറില്ലെന്നേ ഉള്ളൂ. അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. ലാലേട്ടൻ ദേഷ്യം വരുന്നില്ല, ഇത്രയൊക്കെ ഒരാൾ കാണിച്ചിട്ട് എങ്ങനെയാ? ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു. കാണിക്കരുത്. അല്ല, അത് പക്ഷെ പെട്ടെന്ന് മാറ്റാനുള്ള ഒരു സൂത്രം എൻ്റെ ഉണ്ട്. അതെനിക്കറിയില്ല. അത് ഓൾറെഡി നമ്മൾ അതൊരു ബിൽറ്റിൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെയോ ഉണ്ടാക്കിയെടുത്തായിരിക്കാം. അത് ക്യാരി ചെയ്തുകൊണ്ട് പോയിരുന്നാൽ മതി. അതുകൊണ്ട്
ദേഷ്യമല്ലേ, അത് മനുഷ്യ സ്വഭാവമല്ലേ, അത് ഒരു വികാരമല്ലേ. പക്ഷെ 24/7 ലാലേട്ടൻ കാണുമ്പോൾ ഇങ്ങനെ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ 100% ഇതെന്തിനാ അയാൾ ചെയ്തെന്ന് തോന്നും, ദേഷ്യം തോന്നും. ഞാൻ പ്രേക്ഷകരനായിട്ടല്ലേ ഇരുന്ന് കാണുന്നത്, അല്ലാതെ ഞാൻ മോഹൻലാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഹോസ്റ്റായിട്ടല്ലല്ലോ ഇരുന്ന് കാണുന്നത്. അപ്പോൾ ഇയാൾ എന്താ ഈ കാണിക്കുന്നത്, ഒക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇത് ചോദിക്കണം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, ഒരാളെ ഒരു പില്ലോ എടുത്തെറിഞ്ഞു. എറിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, അത് ശരിക്കും അയാളുടെ മുഖത്ത് കൊള്ളാം, അയാളുടെ ദേഹത്ത് കൊള്ളാം. ആ ഒരു ചെറിയ പില്ലോ മതി, അയാൾ ചിലപ്പോൾ താഴെ വീഴാം. അപ്പം നമ്മുടെ ഒരു പ്രോപ്പർട്ടി എടുത്ത് എറിയാൻ പാടില്ല. പിന്നെ അവർ ഉപയോഗിക്കുന്ന ചില ഭാഷകൾ എത്ര പറഞ്ഞാലും അവർ ചെയ്യുന്നില്ല. അതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന പോലെ അങ്ങനെ. അല്ലെങ്കിൽ അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവർ വീട്ടിലൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത്, അപ്പം അത് ആലോചിക്കും. അപ്പം അതിനെ നമ്മൾ ഒന്ന് വാൺ ചെയ്യണം. അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അവർ കേൾക്കുന്നില്ല. അപ്പം അതിനെന്താണ് വീണ്ടും ഒരു ശിക്ഷ കൊടുക്കണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ആലോചിക്കും. ലാലേട്ടനെ ഒരു കണ്ടസ്റ്റന്റ് അല്ല, അല്ലാതെ തന്നെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കാൻ പറഞ്ഞ ബിഗ് ബോസ് വിളിച്ച ലാലേട്ടൻ എടുക്കുമോ? എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇനി നടക്കില്ല. അതെന്താ അങ്ങനെ? എനിക്ക് എല്ലാം അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഒരു പരിവേഷമില്ലേ മോഹൻലാൽ എന്നുള്ള ഈ ഹോസ്റ്റ് ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ലാലേട്ടൻ പോയാൽ, ഇത്രയും സീസൺ ലാലേട്ടൻ കണ്ടതാ എല്ലാവരും അറിയാവുന്ന, എന്തായിരിക്കും ലാലേട്ടന്റെ സ്ട്രാറ്റജി? എന്ത് കാർഡായിരിക്കും? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സമയം ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ വിചാരിച്ചാണ് എല്ലാവരും പോണത്. പക്ഷേ ഞാൻ അറിഞ്ഞിരിക്കുന്ന ബിഗ് ബോസിൽ സക്സസ് ആയ ഒരാളുടെ കഥ എന്നോട് അർജുൻ പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞാലും ഒരു തരത്തിലും റിയാക്ട് ചെയ്യാത്ത ഒരാളുണ്ടായിരുന്നു. അല്ല, തിരിച്ചു പറയാം. ആ പറയുന്നതിന് ആൻസർ, അതേ ആൻസർ പറയും. അതിൻ്റെ ഒരാളൊരു ചോദ്യം ചെയ്യുമ്പോൾ അതേ ആൻസർ കൊടുക്കുമ്പോഴാണല്ലോ വേറൊരു കാര്യം പറഞ്ഞാൽ മതി. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും വരുന്നത്. നമുക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് പോകാൻ താല്പര്യമില്ല, അതിനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് അത് മോശമാണെന്നല്ല പറയുന്നത്. നമുക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി നഷ്ടപ്പെട്ട ഒരാളാണല്ലോ. അല്ലെങ്കിൽ ആലോചിക്കും, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാനായിരുന്നെങ്കിൽ സംടൈംസ് ഐ വിൽ പ്ലേസ് മൈസെൽഫ് ഓൺ ദാറ്റ് ആ പോസ്റ്റിൽ, അല്ലെങ്കിൽ ഒരാളുടെ ഇമോഷനിലോ അല്ലെങ്കിൽ അയാളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തിട്ടാണ് ഇത് ചിന്തിക്കുന്നത്. എന്തിനാണ് അയാളെ എങ്ങനെ പറയണേ, അല്ലേ? ആവശ്യമില്ലാതെ ഒരാളെ എന്തിനാണ് തെറി പറയണത്, ഒരാളുടെ ചെവിയുടെ അവിടെ പോയി പ്രൊവോക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഒരു ഗെയിമിൻ്റെ പ്ലാനാണോ, അതല്ലാതെ ഇത് എങ്ങനെ കളിക്കാം എന്നൊക്കെ ആലോചിക്കും. പിന്നെ അവർ എനിക്കൊന്നൊരു കിൻഡർ ഗാർഡൻ പോലെ ആകാം. അല്ലെങ്കിൽ എല്ലാവരും ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ, നമ്മളൊരു ആനിമലാണല്ലോ, അതൊക്കെ അതിലേക്ക് വരും. ഒരു ജനറ്റിക് വയറിങ് അങ്ങനെയൊക്കെ ബാക്കിലോട്ടൊക്കെ പോകായിരിക്കും. എനിക്കിതിനെ ഒരു വെൽ സ്റ്റഡി ചെയ്യണം, അല്ലേ? ബിഗ് ബോസിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ അവരുടെ പേഴ്സണാലിറ്റി വരികയാണോ അതോ എന്താണെന്നുള്ളത് വലിയൊരു സ്റ്റഡിയാണ്. ആർക്കെങ്കിലും ഒരു PhD ചെയ്യാൻ സബ്ജക്ട് സീരിയസ്ലി. ഇതൊരു ക്യാരക്ടർ സ്റ്റഡീസും ഇമോഷൻ സ്റ്റഡീസും. വൈ പീപ്പിൾ ആർ ഒരു ദിവസം കൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ വഴക്കുണ്ടാക്കുന്നതല്ലേ. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും വഴക്കുണ്ടാക്കുക. അപ്പം ഫസ്റ്റ് ഡേ തന്നെ വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയും പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമ്മൾ പറഞ്ഞിട്ടാണ് വിടണത് അധികം ആങ്കർ പാടില്ല, നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ആങ്കർ മാനേജ്മെന്റ് ഇസ് എ മേജർ തിങ്. ഒരു ആസ്പയറിംഗ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഒരാൾ വന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഒരു ടിപ്പ്, ലൈക്ക് ബിഗ് ബോസ് വീട്ടിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ടിപ്പ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു കൊടുക്കില്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാൾ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ടല്ലേ അവർ വരണേ. അപ്പം ഇങ്ങനെ എല്ലാം പഠിച്ചിട്ട് വരുന്നതുകൊണ്ടല്ലോ നമ്മൾ 7ന്റെ പണി എന്നുകൊണ്ട് പുതിയൊരു പണി കൊടുത്തിരിക്കുന്നത്. അപ്പം ബിക്കോസ് നമ്മൾ ഈ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ലാലേട്ടൻ മുണ്ടും മടക്കി കുത്തി ബൈക്കില് മീശയൊക്കെ പിടിച്ചാണ്. നമുക്ക് തന്നെ സങ്കടം തോന്നും അവരതേ ഡ്രസ്സിൽ. ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങളെയൊക്കെ നല്ല ഭംഗിയിൽ കാണാനും ഡ്രസ്സും അവർ പാക്ക് ചെയ്തിരിക്കുന്ന അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങൾ, ഫോട്ടോഗ്രാഫ്സ്, അല്ലെങ്കിൽ ഒരു പട്ടിയുടെ പടം, അല്ലേ? അങ്ങനത്തെ ഒരു കമ്പാനിയൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ വന്നത്. അറിയില്ല, അവര് കളിച്ച് ജയിക്കട്ടെ. ഇതുപോലെ ഞാൻ പറഞ്ഞു വന്ന ഇപ്പൊ ഈ ഒരു സീസൺ നമ്മുടെ തുടങ്ങിയപ്പം ലാലേട്ടന്റെ ഒരു മുണ്ട് മടക്കി കുത്തി മീശയൊക്കെ പിരിച്ച്, അങ്ങനെ ഒരു മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ച രൗദ്രഭാവാണ് ലാലേട്ടനെ. അപ്പൊ ഒരു 7ന്റെ പണിയുടെ മേക്കോർ ആയിരുന്നു അത്. ഒരു ഹൈലി ഇത് നേരത്തെ പ്ലാൻ ചെയ്തൊരു കാര്യമല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അടുത്ത സീസണിനെ കുറിച്ച് എങ്ങനെ ആയിരിക്കണം, നോർമൽ സീസണിൽ നിന്നുള്ള എങ്ങനെയാണ് മാറ്റണം. അതുകൊണ്ടാണല്ലോ ഇതിന് അത്ര റേറ്റിംഗ് വരുന്നത്, ആളുകൾ കാണുന്നത്, ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് പറയും എന്താണ് ബിഗ് ബോസ്, പക്ഷെ എല്ലാവരും ഇരുന്ന് കാണും. കാര്യം ആ സമയമാകുമ്പോൾ അതൊരു എന്താ പറയുന്ന അതിനൊരു പ്രത്യേക മാജിക്കുണ്ട്. അപ്പം 7ന്റെ പണി എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരാൾക്കൊരു പ്രോബ്ലം വരുന്നു, അയാൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന അറിയാനുള്ളൊരു ഇൻക്വിസിറ്റീവ്നെസ് ആൾക്കാർക്കുണ്ട്. അത് പലതരത്തിൽ വ്യാഖ്യാനിക്കാം.
ഇയാൾ എന്തിനാ ഇങ്ങനെ പറയണം, ചില ആൾക്കാരെ ഇഷ്ടമാവും, അയാളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഷോ ആണ്, ഇതൊരു സിനിമ പോലെയാണ്, ഇതൊരു നാടകം പോലെയാണ്. ചില ക്യാരക്ടേഴ്സിനെ അവർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാരെ അവർക്ക് ഇഷ്ടപ്പെടില്ല. ചില അത് പറയുമ്പം, ഇപ്പം ഞാൻ ട്രാവൽ ചെയ്ത് വരുമ്പം എയർപോർട്ടിലൊക്കെ ആൾക്കാർ വന്ന് പറയുമല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ലാലേട്ട അവരെ പറഞ്ഞയക്കണം, അവർ ഭയങ്കര കുഴപ്പമാണ്, അല്ലെ അയാൾക്ക് ചീത്ത പറയണം എന്നൊക്കെ പറയുന്നത് അത്ര ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് ആൾക്കാർ. ലാലേട്ടൻ ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഞാൻ ടു ബി വെരി ഓണസ്റ്റ് അധികം വായിക്കാറില്ല. ലൈക്ക് ഗുഡ് ഓർ ബാഡ്? രണ്ടും ഉണ്ടോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. സ്വാഭാവികം, നല്ലതുണ്ട്. ഞാൻ വളരെ അപൂർവമായിട്ടേ ചെയ്യാറുള്ളൂ. കാര്യം അതിലൊരു ഇൻട്രസ്റ്റ് വന്നാൽ പിന്നെ അത് തന്നെ വായിക്കും. ചില ആൾക്കാർ എന്നെ വിളിച്ച് പറയും ഇങ്ങനെ ഒരു കമൻ്റ് ഉണ്ട്, എന്നെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അങ്ങനെ അത് വായിച്ചിട്ട് നമുക്കതിൻ്റെ കറക്ഷനൊന്നും അല്ലല്ലോ. വേറൊരാൾ എവിടെയോ ഇരുന്നൊരാൾ, ചിലപ്പോൾ ഒരു ഫേസ് ഇല്ലാത്ത ഒരാൾ പറയുന്ന ഒരു കമൻറ്റിൽ നമ്മൾ എന്തിനാണ് സങ്കടപ്പെടേണ്ടത്? അതിലൊരു സത്യവും ഇല്ലെങ്കിൽ അത്രയും എനർജി, അത്രയും സമയം നിങ്ങൾ എന്തിനാണ് കളയുന്നത്? ആ സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വായിച്ചൂടെ? എന്ന് പറഞ്ഞാൽ ഇത് മോശം എന്നല്ല പറഞ്ഞ്, നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ വായിക്കാറുണ്ട്. അല്ലാതെ എപ്പോഴും ഇത് മോശം എന്നോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് അവരുടെ കുറ്റമാണോ കുറവാണോ അല്ലെങ്കിൽ നന്മയാണോ എന്നൊന്നും ഞാൻ ഡിബേറ്റ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം വായിക്കാറില്ല. 7 സീസണായില്ലേ ലാലേട്ട ഇത് ചെയ്യുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു സീസൺ കഴിയുമ്പം അതിന്റെ ഇൻട്രസ്റ്റ് കൂടുന്നതുകൊണ്ടാണല്ലോ നമ്മൾ 7 സീസൺ വരെ എത്തുന്നത്. 7 സീസൺ എത്തിക്കഴിയുമ്പോൾ ലാലേട്ടൻ്റെ ഒരു ടേക്ക് എന്താണ് ബിഗ് ബോസ്? അല്ല, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുമല്ലോ. കാര്യം കുറേ പേരെ റിഫൈൻ ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവരെങ്ങനെയാണ് ഒരുപാട് പേര് സക്സസ്ഫുള്ളായി മാറി. ഇതൊരു പ്ലാറ്റ്ഫോമിൽ ഒരു 100 ഡേയ്സ് കൊണ്ട് നമുക്ക് ഒരു 10-40 വർഷം കിട്ടാത്ത ഒരു വലിയ, അല്ലെങ്കിൽ 10-20 വർഷം അത്രയും വലിയൊരു ബൂസ്റ്റ് അല്ലേ. ഇപ്പോൾ ഞങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല, ഫോണില്ല, കമ്പ്യൂട്ടറിൽ ഒന്നുമില്ല. സ്ഥലത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് വന്നതാണ്. ഇപ്പോഴും ഫൈറ്റ് ചെയ്യാൻ, സ്ട്രഗിൾ ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷേ ഒരുപാട് പോസിബിലിറ്റീസും പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പെട്ടെന്നൊരു അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയേണ്ട, ഒരു മതിഭ്രമത്തിൽ പെടരുത്. അതൊരു ഭയങ്കര ഹലൂസിനേഷനാണ്. അപ്പം അതിനെ മനസ്സിലാക്കി അതിനെ എങ്ങനെ പ്രിസർവ് ചെയ്യണം, അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടെയാണ്. അപ്പോൾ ആ ഒരു സക്സസ് ഇതിൽ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ ആളായെന്ന് പറഞ്ഞാൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കൂടെ അദ്ദേഹം നടത്തണം, ആരായാലും. അപ്പോൾ അതിനുള്ള ഒരു വേദിയാണിത്. അതിനെ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ സക്സസ്ഫുള്ളായി മാറാം. ഈ സീസൺ മൊത്തം സർപ്രൈസ് ആണ്. 7ന്റെ പണി, പണിപ്പുര, വീട് എല്ലാം സർപ്രൈസ് ആണ്. അപ്പം എന്തായിരിക്കും ഓണം സർപ്രൈസ്? ഓണത്തിന് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ പോലും ബിഗ് ബോസ് പറയില്ല. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ഡോഗ് ഭയങ്കര സർപ്രൈസ് അല്ലേ, ആ സ്പൈക്കുട്ടൻ. അപ്പോൾ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഞാൻ ചോദിച്ചില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. പിന്നെ സർപ്രൈസുകൾ ആ സമയത്തല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോവില്ലേ. എന്തായാലും കുറച്ച് ഓണത്തല്ലോ, ഓണക്കളികളോ, പുലികളിയോ, വെള്ളം കളിയൊക്കെ ഉണ്ടാവും. ലാലേട്ടൻ്റെ ഓണം പ്ലാൻസ് എന്താ? ഓണം സർപ്രൈസ് അതും സർപ്രൈസ് പറഞ്ഞാൽ രസം പോയില്ലേ? അങ്ങനെ പറയരുത്. കാരണം ഓരോ മലയാളിക്കും ലാലേട്ടൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ലാലേട്ടൻ. അല്ല, എൻ്റെ ഓണം ഇപ്രാവശ്യം ഇവിടെ വെച്ചാൽ നമ്മുടെ കൂടെ ഞാനൊന്ന് പുറത്ത് പോകും. അത് നിങ്ങളുടെ കൂടെ ആയിരിക്കും, ഇവരുടെ കൂടെ ആയിരിക്കും. അത് തന്നെയാണ് എൻ്റെ സർപ്രൈസ്. ഞാൻ ആദ്യമായിട്ടാണ്, ഒരുപാട് കാലത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ മദറിൻ്റെ കൂടെയാണ്. ഇങ്ങനെ ബിഗ് ബോസ് ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം പോകാൻ പറ്റുന്നില്ല. നമ്മുടെ കൂടെ എല്ലാ കണ്ടസ്റ്റൻസും വരും. അതിനെ നിങ്ങൾ അനുവദിച്ച് അവരെ ഉള്ളിൽ പോയി കാണും. അവർക്ക് എന്താ, പിന്നെ ആ സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊന്നും ബിഗ് ബോസിനോട് അവർക്ക് എന്തെങ്കിലും ഒരു ഓണക്കോടി കൊടുക്കണമെങ്കിൽ കൊടുക്കും. സദ്യ അവരുടെ കൂടെ ഇരുന്ന് വാങ്ങിക്കും. അതല്ലേ ഓണത്തിന് ചെയ്യാൻ പാടുള്ളൂ. അവരെന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണും. പിന്നെന്താ എനിക്കറിയില്ല. എന്താ വേറെ പൂക്കളം ഇടും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല എന്തൊക്കെയാണ്. അങ്ങനെ 7 സീസണായി. നമുക്ക് ഏറ്റവും കൂടുതൽ 7 സീസണിലും ഏറ്റവും കൂടുതൽ റേറ്റിംഗ്, അത് ഓരോ സീസണും നമ്മൾ കയറി വരികയാണ്, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ സീസണാണിത്. അപ്പം ലാലേട്ടൻ എന്താണ് ബിഗ് ബോസ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, നമ്മൾ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് ഇതിനെ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണല്ലോ അവർക്ക് ഇഷ്ടമായത്. അപ്പോൾ അതിനെ അവർ അംഗീകരിച്ചതിലുള്ളൊരു നന്ദി പറയുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് അവരെ ഒരുപാട് റിസർച്ചൊക്കെ നടത്തി അവർക്കും കൂടെ ഇഷ്ടമാകുന്ന രീതിയിൽ. ഇപ്പം വഴക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നല്ലോ ഇതിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ കമ്മിറ്റിക്കും പണി കിട്ടും. പക്ഷെ വളരെ രസകരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഭയങ്കര ഒരു മൈൻഡ് ഗെയിമായി മാറി, വളരെ ഇൻ്റലിജൻറ്റ് ഗെയിമാണ്. ഇപ്പോൾ കഴിഞ്ഞതിൽ എന്താണ്, നിങ്ങൾക്ക് ഒരു ഫാമിലിയെ കാണണം, ഫാമിലി 11th വീക്കിലേ ഉള്ളെന്ന് അവരെ ആലോചിക്കണം.
ബുദ്ധി. പിന്നെ തലമുടി മുട്ടയടിക്കാൻ ഒക്കെയുള്ള ഭയങ്കര രസമുള്ള അതൊരു അത് എസ് എന്ന് പറയുന്നത് വലിയ ചലഞ്ച്. ഒരു പക്ഷേ അവർ പറഞ്ഞു എസ് എന്ന് പറഞ്ഞാൽ നമ്മളത് ചിലപ്പോൾ ചെയ്തിരിക്കില്ല. ആ എസ് എന്ന് അതാണ് മൈൻഡ് ഒരിക്കലും. പക്ഷെ ലാലേട്ട എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് നല്ലോണം വഴക്ക് കൂടിയ വിന്നറാവും, അല്ലെങ്കിൽ അതാണ് വേണ്ടത്. നന്നായിട്ട് തല്ലുണ്ടാക്കാൻ പറ്റുന്ന ആൾക്ക് പോകാൻ പറ്റിയ അങ്ങനെയല്ല. അവിടെ തല്ലുണ്ടാക്കിയ ആൾക്കാർ എത്രയോ ഉണ്ടാക്കാത്ത ആൾക്കാരും മുന്നോട്ട് വരുന്നില്ലേ? തല്ലുണ്ടാക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നവർക്ക് ചില തല്ലുകൾ നമ്മൾ കൊടുക്കാറില്ലേ? ലാലേട്ടൻ്റെ ഒരു ഹൃദയപൂർവ്വം വിഷസിലാണ് നമ്മൾ ഈ സീസൺ തുടങ്ങിയത്. ഓരോ കണ്ടസ്റ്റൻസിനും പ്രൈവറ്റ് ഹൃദയപൂർവ്വം വിഷസ് ആയിരുന്നു. അപ്പം ഹൃദയപൂർവ്വം റിലീസ് ചെയ്യാനായി. എന്താണ് ഹൃദയപൂർവ്വത്തിൻ്റെ ഒരു? എല്ലാവരെയും ഹൃദയപൂർവ്വം സിനിമ കാണാൻ ക്ഷണിക്കുന്നു. എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ കൊടുത്തയക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊരു ഇൻവിറ്റേഷനായിട്ട് ആൾക്കാർ വിചാരിക്കുക. നമ്മളൊരു നല്ല സിനിമ എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പം അതിൽ ആ സിനിമ കണ്ടിട്ട് അത് ഹൃദയപൂർവ്വം അക്സെപ്റ്റ് ചെയ്യണം. അല്ല അക്സെപ്റ്റ് ചെയ്താൽ അത് ഹൃദയപൂർവ്വം വരെ മറ്റു ആൾക്കാരോട് പറഞ്ഞിട്ട് എല്ലാവരും ഹൃദയപൂർവ്വം പോയി കാണുന്നു. അപ്പൊ എന്തായാലും ഓണം ഹൃദയപൂർവ്വം എല്ലാവരും ഹൃദയപൂർവ്വം കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരു ഹൃദയപൂർവ്വം നല്ലൊരു ഓണം ആശംസിക്കുന്നു. ലൈൻ കട്ട്.